തൃശ്ശൂർ പൂരത്തിന്റെ പതിവ് നടത്തിപ്പുകാരായിട്ട് ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട്. അവരൊക്കെ ഈ ഇലക്ഷന്റെ കോഡ് ഓഫ് കോണ്ടക്ട് വന്നപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരായിട്ടുള്ള പോലീസ് ഓഫീസർമാരൊക്കെ മറ്റു പല ജില്ലകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവരെല്ലാം ഇലക്ഷൻ കമ്മീഷൻ അണ്ടറിലായിരുന്നു. ഈ ഇവിടെ വിന്യസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തൃശ്ശൂർ പൂരത്തിന്റെ പുറത്തറിയുന്നവരും അതിന്റെ കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് സാധാരണ പൂരത്തിന് വരാറുള്ളത്. പക്ഷെ ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് നിൽക്കുന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ഇതിനെ രാഷ്ട്രീയമായ ഒരിക്കലും കാണേണ്ട കാര്യം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തതാണ്. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത്, അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് വൈകാനിടയായ സാഹചര്യവും തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വിഷയമാവുകയാണ്. പോലീസ് ഇടപെടലിനെതിരെയും സർക്കാർ അനാസ്ഥയ്ക്കെതിരെയുമാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുള്ളത്. BJPയും വിമർശിക്കുന്നത് സർക്കാരിനെയാണ്. പൂരത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നത് ആരാണ്? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് VR അനൂപ്, BJP വക്താവ് പ്രിന്റു മഹാദേവ്, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ എന്നിവർ KV അബ്ദുൽ ഖാദറിനെയും CPM നേതാവ് അദ്ദേഹത്തെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം അനൂപിലേക്ക്. അനൂപ്, അങ്ങനെ ഒരു വലിയ സംഭവവികാസമൊന്നും പൂരം പറമ്പിൽ ഉണ്ടായില്ല. ഉണ്ടായത് വെടിക്കെട്ട് വൈകാനിടയാക്കി എന്നുള്ളതാണ്. വെടിക്കെട്ട് നിർത്തിവെച്ചു, പിന്നീട് അത് പുലർച്ചെയാണ് നടത്തേണ്ടി വന്നത് എന്നതാണ് പ്രശ്നം. അവിടെ ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ ഇടപെടൽ അതിൽ ഗൂഢാലോചന ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? വലിയ സംഭവമൊന്നും ഉണ്ടായില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തെ പോലൊരു കാർണിവൽ ദൃശ്യമാധ്യമങ്ങൾ മത്സരിച്ച് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചലനം പോലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും. പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ സംഘപരിവാറിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതാദ്യത്തെ സംഭവമല്ല. നരേന്ദ്രമോദി വന്നപ്പോൾ ഇവിടെ ഈ പറയുന്ന മരം മുറിക്കാൻ അനുമതി കൊടുത്ത ദേവസ്വമാണ്. ദേവസ്വത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ആരാ? ദേവസ്വത്തിലേക്ക് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിലൂടെ പ്രതിനിധികളെ നിയോഗിക്കുന്നത് ആരാ? വളരെ കൃത്യമായി ഇപ്പോൾ VS സുനിൽകുമാർ പറഞ്ഞു പോലീസ് RSSന് വേണ്ടി സംഘപരിവാറിന് വേണ്ടി ഇടപെട്ടു എന്ന്. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണോ? കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് ഇടതുപക്ഷത്തിന് രക്ഷപ്പെടാം. പക്ഷെ കേരളത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ്റെ പോലീസ്, LDFൻ്റെ പോലീസ്, ആഭ്യന്തര വകുപ്പ് RSSന് വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെ ബോധപൂർവം ഈ പറയുന്ന വിശ്വാസികളായ ആളുകളുടെ വോട്ടുകൾ സംഘപരിവാർ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള സബ് കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് LDF സർക്കാർ എന്ന് പറയുന്നത്. ശബരിമല കാലത്തേതുപോലെ ഒരു ധ്രുവീകരണം BJP പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വിശ്വാസികൾക്ക് രക്ഷയില്ല, വിശ്വാസികൾക്ക് BJP മാത്രമാണ് രക്ഷ. എങ്ങനെയാണ് BJP ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് അറിയാത്ത ആളുകളല്ല ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ. പക്ഷേ അവർ അറിഞ്ഞുകൊണ്ട് ഈ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ളത് LDFൻ്റെ അജണ്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ പൂരം നടത്തിപ്പിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറാണ് പറഞ്ഞത് സുരേഷ് ഗോപിയാണ് ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് LDFൻ്റെ മേയറാണ്. വളരെ വളച്ചുകെട്ടലുകളില്ലാതെ വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞെങ്കിൽ ഈ പ്രവർത്തനത്തിലൂടെ സുരേഷ് ഗോപിയെ സഹായിക്കുന്ന നിലപാട് തൃശ്ശൂരിൽ പോലീസും പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വളരെ കൃത്യമല്ലേ? വലിയ കാര്യമുണ്ടായി. അനൂപ്, ഈ പൂരത്തിലൊരു കുഴപ്പമുണ്ടാക്കി അത് സംഘപരിവാറിന് മുതലെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നൊരു ആരോപണം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ തന്നെ പൂരം ഇറ്റ്സെൽഫ് അത് തന്നെ BJPക്ക് രാഷ്ട്രീയ ആയുധമാക്കാവുന്ന ഒരു ഇവന്റ് ആയിരുന്നു ഇന്നലെ. കുടമാറ്റത്തിൽ നിങ്ങൾ കണ്ടതാണ്. എന്തായിരുന്നു കുടമാറ്റത്തിൽ ദൃശ്യമായ ചിഹ്നങ്ങളെന്ന്? അല്ല, അങ്ങനെ പൂരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ക്ഷേത്രവും ക്ഷേത്ര ആചാരങ്ങളും അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നൊരു പൊതു ആഘോഷമാണ്. അതിന് ആചാരത്തിൻ്റെതായ ഒരു റിച്വൽ സൈഡ് ഉള്ളപ്പോൾ തന്നെ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ആഘോഷമാണ്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുകയാണ്. അത്തരം ചില പരിശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു.
നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്നതിന് പകരം സംഘപരിവാറിന് തലവെച്ച് കൊടുക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പിഴവായി നമ്മൾ കാണുന്നില്ല. ഓരോ ഇവൻറ്റിലും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വലിയൊരു ഇവൻ്റാണ്, വലിയൊരു കാർണിവലാണ്. അതിനകത്ത് ഈ ദൃശ്യമാധ്യമങ്ങൾ മത്സരിച്ചുകൊണ്ട് അതിന് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. പഴയ കാലത്താണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയേനെ. പക്ഷേ അതിൽ വരുന്ന ഒരു നിമിഷത്തെ നിശബ്ദത പോലും, ഒരു താളപ്പഴ പോലും വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമെന്നറിയാത്ത ആളുകളല്ലോ ഇവരാരും. പക്ഷേ അതിന് ബോധപൂർവമായൊരു അവസരമുണ്ടാക്കി തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിൽ എന്ന് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തലക്കെട്ട് കൊടുക്കാൻ മാധ്യമങ്ങൾ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇവർ. അത് സ്വാഭാവികമായും അതിനെ ആ അർത്ഥത്തിൽ മുഖവിലക്കെടുക്കാൻ കഴിയില്ല. വളരെ ആസൂത്രിതമായ ഒരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി, പ്രിൻറ്റു മഹാദേവ് ഉണ്ടെന്ന് കരുതുന്നു. പ്രിൻറ്റു, ഇന്നലെ നടന്ന ആ സംഭവം അതൊരു ആസൂത്രിത ശ്രമമാണോ? പൂരം അലമ്പാക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമായി കാണണോ? അതല്ല ക്രമസമാധാന പാലനത്തിന് വേണ്ടിയുള്ള പോലീസിന്റെ സ്വാഭാവികമായ ഒരു ഇടപെടൽ? എന്താണ് അവിടെ സംഭവിച്ചതാണ് നിങ്ങൾ കരുതുന്നത്? പോലീസിന്റെ ഇടപെടാൻ സാധിക്കില്ല. മുമ്പ് മലയാളികളുടെ കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, അത് തൃശ്ശൂർ പൂരമാണ്. വർണ്ണാഭമായ കാഴ്ചകൾ ഓരോ പൂരവും അവസാനിക്കാറ്. തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം അത് ഇന്നും ഇന്നലെയോ ഇല്ല. എല്ലാ കാലഘട്ടത്തിലും തൃശ്ശൂർ പൂരിന്റെ പ്രൗഢിയെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ആദ്യം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു. പിന്നീട് ആനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് എക്സിബിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് നമുക്കറിയാം എവിടെയോ തൃശ്ശൂരിലെ പൂര ജനങ്ങളിലെ ട്രക്ക് കയറ്റിക്കൊണ്ട് കൊല്ലാനുള്ള പശ്ചാത്തലത്തിൽ ജനങ്ങളെ ടെലിഫോണിൽ കണക്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഞാൻ പ്രിന്റിലേക്ക് മടങ്ങി വരാം. അനൂപ്, ഒരു സ്വാഭാവികമായ ഒരു സംഭവമാണ്. അതിൽ പോലീസ് എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ്. സിറ്റി പോലീസ് കമ്മീഷണർ സംഘപരിവാറിന് വേണ്ടി ഒരു ആയുധമായി മാറി എന്നാണോ കണക്കാക്കേണ്ടത്? അതല്ല ആഭ്യന്തര വകുപ്പ് മൊത്തം ഈ പ്രശ്നത്തിന് ഉത്തരവാദിയാണോ? VS സുനിൽകുമാർ തന്നെ എന്താണ് പറഞ്ഞത്? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായ അലംഭാവം ഉണ്ടായി എന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ചത് VS സുനിൽകുമാറല്ലേ? നമ്മൾ ഇതിനെ വായിച്ചെടുക്കേണ്ടത് വളരെ നിസ്സാരമായല്ല. നരേന്ദ്രമോദിയെപ്പോലൊരാൾ തൃശ്ശൂരിലേക്ക് കടന്നു വരുന്നത് എത്ര പ്രാവശ്യമാണ്? എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്താ? വാരണാസിയിൽ നിന്ന് ഞാൻ വടക്കുനാഥൻ്റെ മണ്ണിലേക്ക് വരുന്നു. വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ നരേറ്റീവ് അല്ലേ? ഈ വടക്കുനാഥൻ്റെ മണ്ണ് അപകടത്തിലാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമല്ലേ സംഘപരിവാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ തന്നെ പ്രിന്റു പറഞ്ഞതെന്താ? തൃശ്ശൂർ പൂരത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ വളരെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഇനിയും അടുത്ത 2 ദിവസം, ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ BJP കേരളത്തിലെ തെരുവോരങ്ങളിൽ തൃശ്ശൂരിൽ പ്രസംഗിക്കാൻ പോകുന്നത് എന്താ? തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിൽ. തൃശ്ശൂർ പൂരത്തെ രക്ഷിക്കണമെങ്കിൽ, ഇനിയുള്ള നാളുകളിൽ തൃശ്ശൂർ പൂരം തുടർന്ന് നടക്കണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനാണ് സംഘപരിവാറിൻ്റെ ആളുകൾ പരിശീലിപ്പിക്കപ്പെടാൻ പോകുന്നത്. അതവർ പറയും. സംഘപരിവാറിനെ നമുക്കറിയാം, അവരുടെ അജണ്ടകൾ അറിയാം. അവർ കുറേ കാലമായി ഈ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ള ഒരു സുവർണാവസരം PS ശ്രീധരൻപിള്ള ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ്. ശബരിമല ഒരു സുവർണാവസരമാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് ഒരു സുവർണാവസരം ഒരുക്കി കൊടുക്കുകയാണ് സുനിൽകുമാറിൻ്റെ മുന്നണി ചെയ്തത്. ആർക്കാ സംശയമുള്ളത്? വളരെ കൃത്യമല്ലേ, വളരെ വ്യക്തമല്ലേ പല കാര്യങ്ങളിലും. ഇവിടെ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി വന്നപ്പോൾ ഈ ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് പറയുന്ന ആളുകളാണ് സംഘപരിവാർ. അവിടെ ക്ഷേത്രത്തിലെ വൃക്ഷങ്ങൾ വെട്ടിമാറ്റാൻ പോലും ദേവസ്വം സൗകര്യം ചെയ്തു കൊടുത്തു. ഇവിടെ
വിധേയത്വം എന്ന് പറയുന്നത് ദേവസ്വത്തെ സംബന്ധിച്ച് അത് ഈ പറയുന്ന സർക്കാരിൻ്റെ ഏത് വകുപ്പിനെ പോലെ സംഘപരിവാറിനോടാണ്. അതിനുള്ളൊരു പ്ലോട്ട്, ഒരു പാശ്ചാത്തലം ഒരുക്കി കൊടുത്തു എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ഗൗരവതരമായ ഒരു കാര്യമാണ്. അതാണ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത്, അതാണ് കെ മുരളീധരൻ പറഞ്ഞത്. കോൺഗ്രസ് നിലപാടാണ്. വി എസ് സുനിൽകുമാർ തന്നെ LDF സ്ഥാനാർത്ഥി തന്നെ ആരോപിക്കുന്നത് പോലീസിന്റെ അനാസ്ഥ, അത് RSSന് രാഷ്ട്രീയ മുതലെടുക്കാൻ തക്ക രീതിയിൽ പോലീസ് അവിടെ പ്രവർത്തിച്ചു എന്ന് വി എസ് സുനിൽകുമാറിന് തന്നെ പരാതിയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ? അല്ല, ഇത് തൃശൂർ പൂരം വളരെ ഭംഗിയായിട്ട് ആണ് ഇത്തവണയും സർക്കാരിന്റെ സഹായങ്ങളും ഇടപെടലും ഉണ്ടായത്. പൂരം എന്ന് പറയുന്നത് വെടിക്കെട്ട് മാത്രമല്ലല്ലോ. ഇവിടെ ആദ്യത്തെ എക്സിബിഷൻ തർക്കം വന്നപ്പോ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുകയും ചെയ്തു. അതിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഓർക്കുമല്ലോ. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും നേർച്ചകളും ഒക്കെ ഭംഗിയായിട്ട് അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. തൃശൂർ പൂരം തൃശൂരിന്റെ ഒരു അഭിമാനമാണ്. ലോകത്തിന്റെ ഉത്സവങ്ങളുടെ നെറുകയിൽ തൃശൂർ പൂരത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. തൃശൂർ പൂരത്തിന്റെ കുടമാറ്റവും പകൽപൂരവും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടും വളരെ ഭംഗിയായി തന്നെ ക്രമസമാധാന പാലനം മുന്നോട്ട് കൊണ്ടുപോയി. അവിടെ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് വെടിക്കെട്ട് വൈകിപ്പോയ സംഗതി. LDF ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് വിമർശനമുണ്ട്. ഇപ്പൊ ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനും അതേക്കുറിച്ച് പരിശോധിക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് വന്നാൽ ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ് IPS IAS ഓഫീസർമാരുടെ നിയന്ത്രണം എന്നുള്ളത് അറിയാത്തയാളൊന്നും അല്ല വി ഡി സതീശൻ. ഒരലക്കലക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ പ്രത്യേകമായിട്ട് ഇത്തരം സന്ദർഭത്തിൽ എന്തെങ്കിലും കുറവോ വീഴ്ചകളോ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് അത് പരിഹരിക്കും, അത് പരിഗണിക്കും. അയാൾ തെറ്റുകാരനാണെങ്കിൽ നടപടി എടുക്കുകയും ചെയ്യും. പക്ഷെ അറ്റ് പ്രസന്റ് ഇവരുടെ സമ്പൂർണ്ണ നിയന്ത്രണവും ഇത്തരം സന്ദർഭങ്ങളിൽ മീറ്റിംഗ് വിളിച്ചു തീർക്കാനുള്ള അധികാരം പോലും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമായിട്ട് അത് കാണാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോടും ഈ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റവും രീതികളും പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് സംഘ് പരിവാറിനോടുള്ള വിധേയത്തെ കുറിച്ചൊക്കെ പറയേണ്ടായി. ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? RSSന്റെയും BJPയുടെയും വർഗീയ നയങ്ങൾക്കെതിരായിട്ട് ദേശീയ തലത്തിൽ അവരുടെ B ടീമായിട്ട് കളിക്കുന്ന കോൺഗ്രസിനെ കുറിച്ചാണോ ഇദ്ദേഹത്തോട് സംസാരിച്ചത്? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് സ്വന്തം പ്രകടന പത്രികയിൽ പോലും അതേക്കുറിച്ച് പറയാൻ കഴിയാത്ത കോൺഗ്രസ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം RSSന്റെ വർഗീയ നയങ്ങൾക്കെതിരായി BJP ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് അനുകൂല വർഗീയ നയങ്ങൾക്കെതിരായിട്ട് ഞങ്ങളല്ലാതെ മറ്റാര് പോരാടുന്നു? നിങ്ങൾക്ക് എന്ത് റോളാ ഉള്ളത്? പക്ഷെ കേരളത്തിൽ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയല്ലേ. ഇപ്പോ നമ്മുടെ രാജ്യം നേരിട്ട് കണ്ട ചില സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഡൽഹിയില് അവിടുത്തെ പള്ളികളും പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ഇടിച്ചു തകർക്കുമ്പോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ദില്ലിയിലുണ്ട്. പക്ഷെ നിങ്ങൾ ആരും ഇടപെട്ടില്ല. അവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവുമായിട്ട് ഓടിയെത്തിയത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ടാണ്. ബിൽക്കിസ് ബാനു കേസിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഗുജറാത്ത് സർക്കാർ വെറുതെ വിട്ടപ്പോ കോൺഗ്രസ് മൗനം അവലംബിക്കുകയല്ലേ ചെയ്തത്? ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് നിങ്ങൾ പോയോ? അവിടെയും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് സുഭാഷിണി അലിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്മാനിച്ച് ആ പ്രതികളെ വീണ്ടും ജയിലിലേക്ക് അയക്കാൻ ഇടപെട്ടത്. ഞങ്ങൾ ഏത് വിഷയത്തിലും RSSനും BJPക്കും അവരുയർത്തുന്ന വർഗീയ ഭീഷണികൾക്കുമെതിരെ ധീരമായ നിലപാടെടുക്കും ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ, നുണ പരത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല എന്നാണ് എനിക്ക് കോൺഗ്രസുകാരോടും ഞാൻ വരാങ്ങയിലേക്ക്. പ്രിന്റു മഹാദേവ്, ഇവിടെ സർക്കാരിനൊരു വീഴ്ച പറ്റി എന്ന് എങ്ങനെ ആരോപിക്കാൻ കഴിയും?
തീർച്ചയായും ആസൂത്രിതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ സാർ. കാരണം ഇതേ വിഷയം തന്നെ കഴിഞ്ഞ തവണ പാറമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അന്നും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വാദ്യമേളങ്ങളെയും ആനയെയും അടക്കം തടഞ്ഞ് സാധാരണ രീതിയിലുള്ള ഒരു ചടങ്ങെന്ന രീതിയിലാണെന്ന് പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിനെ സ്വീകരിക്കപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് നമ്മുടെ പോലീസ് സൂപ്രണ്ടും കളക്ടറും ഈ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, 2 ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഇരുന്ന യോഗത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ നമ്മളെ വരവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് 1 മണി വരെ നിയന്ത്രണങ്ങൾ പാടുള്ളതല്ല. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ റൗണ്ടിനകത്തേക്ക് ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം സ്വാഭാവികമായിട്ട് ലോ ആൻഡ് ഓർഡർ ഭാഗമായിട്ട് തൃശ്ശൂർ റൗണ്ടിനകത്ത് കുറച്ച് വർഷങ്ങളായിട്ട് റൗണ്ടിന് ഉള്ളിൽ ആരും നിൽക്കാറില്ല, റോഡിന് ഇപ്പുറത്താണ് എല്ലാവരും നിൽക്കാറ്. പക്ഷേ ഈ എല്ലാവരും കൂടി ചേർന്ന് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി എടുത്ത തീരുമാനത്തെ ഒരു സുപ്രഭാതത്തിൽ ഒരു സൂപ്രണ്ട് വന്ന്, ഒരു പോലീസ് കമ്മീഷണർ വന്നിട്ട് അത് ആദ്യം തടയുന്നു, ബാരിക്കേഡ് വെച്ച് തടയുന്നു. തടയുക മാത്രമല്ല, പഞ്ചവാദ്യക്കാരെ തടയുന്നു, ആനയെ തടയുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം വിളക്കുമായിട്ട് മുന്നിൽ പോകുന്ന വാര്യരെ പോലീസ് മർദ്ദിക്കുന്നു. അപ്പോൾ ഇതിന്റെ സാഹചര്യം എന്താണ്? ഞാൻ പറയും, വെടിക്കെട്ടിനപ്പുറത്തേക്ക് വെടിക്കെട്ട് നടക്കുന്നത് അതിൻ്റെ ഒരു അവസാന ഘട്ടം എന്ന രീതിയിലാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നടത്തപ്പെടുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ഓരോ മിനിറ്റിനും പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഘടകപൂരങ്ങളായിക്കോട്ടെ, പഞ്ചവാദ്യമായിക്കോട്ടെ, എലഞ്ഞിത്തറ മേളമായിക്കോട്ടെ, ഓരോ മിനിറ്റിനും പ്രാധാന്യവും വളരെ സിസ്റ്റമാറ്റിക്കും ശാസ്ത്രീയവുമായിട്ട് ആസ്വാദനത്തിന്റെ അങ്ങേ തലമാണ് തൃശ്ശൂർ പൂരം. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് കൃത്യമായിട്ട് മുൻപ് നിശ്ചയിച്ച ഒരു സാധനത്തെ ഒരു പോലീസ് സൂപ്രണ്ട് വന്ന് ഒരു സുപ്രഭാതത്തിൽ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ മഠത്തിൽ വരവിനെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? അതാണ് ഞങ്ങൾ പറയുന്നത് ആസൂത്രിതമാണെന്ന്. 1 മണി വരെ നിയന്ത്രണങ്ങൾ പാടുള്ളതല്ല, 1 മണിക്ക് ശേഷം റൗണ്ടിനകത്ത് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മാറ്റും. അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ആ അംഗീകരിച്ച കാര്യത്തെ മാറ്റി നിർത്തും. ഇത് വടക്കുംനാഥ ക്ഷേത്രത്തെ മാത്രമല്ല, ഇവിടെയുള്ള കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട്, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്, അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ പൊതു ലൈൻ ഇത് തന്നെയാണ്. ഗുരുവായൂരിലെ ഏകാദശിയുമായി ബന്ധ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ശബരിമലയിൽ നമ്മൾ കണ്ടതാണല്ലോ വിശ്വാസികളോട് ഇവരുടെ സമീപനം എന്താണെന്ന്. വടക്കുനാഥൻ നമുക്ക് ലോകത്തിലെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ശൈവ ശാക്തേയ സംഗമ ഭൂമിയായിട്ടുള്ള വടക്കുനാഥന്റെ പൂരത്തെ പോലും ഇല്ലാതാക്കുന്ന ശ്രമമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് അതും തെരഞ്ഞെടുപ്പ് കാലത്ത് IPS നിയന്ത്രണം സർക്കാരിനല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അല്ല സാർ, ഈ പറയുന്ന ആരാണ് അല്ല പറയണം. അത് ഞാൻ കൃത്യമായിട്ട് ഇതിനെ കുറച്ച് കാലങ്ങളായി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല സാർ. ഇലക്ഷൻ ഇന്നലെ വന്നത്. ഇലക്ഷന് മുമ്പ് ഉണ്ടായല്ല വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദം, ആനയുമായി ബന്ധപ്പെട്ട വിവാദം, അതുപോലെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട തറവാടയാ. എന്തിനാണ് കൊച്ചി ദേവസ്വം ബോർഡ്, നേരത്തെ അബ്ദുൽ ഖാദർ മുൻ ML അദ്ദേഹം പറഞ്ഞു, അവിടെ സർക്കാർ വലിയ രീതിയിലുള്ള സഹകരണം കൊടുക്കും. ഒരു സഹായവും കൊടുക്കുന്നില്ല. ഈ തറവാടയെ നിശ്ചയിക്കുന്ന കോടിക്കണക്കിന് രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡ് മേടിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് സഹായമാണുള്ളത്? എന്നിട്ട് ടൂറിസം വകുപ്പിന്റെ നാമമാത്രമായിട്ടുള്ള ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അതിനപ്പുറത്ത് കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ചെലവുള്ള ഉത്സവമാണ്. അത് 2 ദേവസ്വങ്ങൾ. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കിട്ടി, അവരതുകൊണ്ട് പുട്ടടിക്കുകയാണോ? അല്ല, കൊച്ചിൻ അല്ലല്ലോ. ദേവസ്വം ബോർഡിന് കിട്ടുന്ന പണം എന്തിനാ ഉപയോഗിക്കുന്നത്? എന്താ സംശയം? കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പണമൊക്കെ പിന്നെ ഇവിടുത്തെ പാവപ്പെട്ട അനാഥാലയങ്ങൾക്ക് സംഭാവന ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലേ, ദേവസ്വം ബോർഡിന് കിട്ടുന്ന പണം എന്താ ചെയ്യുന്നത്? ക്ഷേത്രങ്ങൾക്ക് സംഭാവന ചെയ്യാണ്. അതൊന്നുമല്ലല്ലോ. കൊച്ചി, മലബാർ, ഈ ദേവസ്വം ബോർഡിൽ കിട്ടുന്ന പണം എന്തിനാ ഉപയോഗിക്കുന്നത്? അവരെന്തിനാ ഉപയോഗിക്കുന്നത്? അതല്ല ചോദ്യം. അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഓരോ വിശ്വാസിയുടെ ചോദ്യം. ഈ പണം നിങ്ങൾ എന്തിനു പ്രയോജനപ്പെടുത്തുന്നു? അതൊരു ചോദ്യമാണ് അജിബ് സാർ. എന്തിനാണ് പ്രയോജനപ്പെടുത്തുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണ്ണം മുഴുവൻ എന്ത് ഉപയോഗിക്കുന്നുണ്ടോ? ദേവസ്വം എന്ന കോഴ്സിന് വേണ്ടി അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിയമസഭയിൽ ചോദിച്ചതാണ്. ആ പണം വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല, ദേവസ്വം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരുപക്ഷെ ആ ക്ഷേത്രത്തിന് വേണ്ടി ആയിരിക്കില്ല, മറ്റൊരു ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കും. അല്ല, അതൊക്കെ നമുക്കറിയാം എത്രമാത്രം ഇത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്നും ഈ പണത്തിന്റെ സോഴ്സ് എങ്ങോട്ട് പോകുന്നതെന്നും ഇതിനകത്ത് ആവർത്തിച്ചതിൽ ക്ലാരിറ്റി വരുന്നത്. ആ പണം എങ്ങോട്ട് പോകുന്നു ചോദിക്കുമ്പോൾ അതൊരു ഒരു ദുസ്സൂചനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
അല്ല, ഈ പണം എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവിടുത്തെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയോ അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. ദേവസ്വം ബോർഡിൽ ലഭിക്കുന്ന വരുമാനം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, അത് ദേവസ്വം കാര്യങ്ങൾക്കാണ്, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ നിലപാട്. അല്ല, ദേവസ്വം കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് കോൺട്രാക്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുത്തിട്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പണിയുക എന്നുള്ളതല്ലോ, ദേവസ്വമായി ബന്ധപ്പെട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പണിയുക എന്നുള്ളതല്ലോ. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ റൗണ്ടിന് ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്തുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കല. അതല്ലല്ലോ ഞാൻ പറയുന്നത്. സാധാരണ അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രാചാരങ്ങൾ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിലപാടാണോ ബി ജെ പിക്ക്? അങ്ങനെയല്ലല്ലോ. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാം. നമുക്കറിയാം, ഇപ്പോൾ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രം, അത് വലിയൊരു ക്ഷേത്രം ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവർ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു, എന്നിട്ട് ഇവരുടെ ആളുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കേരളത്തിൽ ദേവസ്വം ബോർഡ് അവിടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സർവ്വസാധാരണക്കാരായ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് അവിടെ ഇപ്പൊ ഞാൻ പോട്ടെ, ദേവസ്വം ബോർഡിന്റെ കോളേജിലുള്ള കേരള കോളേജ്, അവിടുത്തെ നിയമനങ്ങൾ എങ്ങനെയാണ്? സർവ്വസാധാരണക്കാരായ പാവപ്പെട്ട ആൾക്ക് മെറിറ്റിൽ കിട്ടുമോ? ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് അവരോട് ഓശാനപ്പെടുന്ന ആളുകൾക്കാണ് അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. വിവേകാനന്ദ കോളേജ്, ശ്രീകൃഷ്ണ കോളേജ്, ഈ കോളേജൊക്കെ സർവ്വസാധാരണക്കാരുടെ ആളുകൾക്ക് കിട്ടുമോ? ഇല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ദേവസ്വം ബോർഡിന്റെ മെമ്പറായി വരും, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വരും, അവരെ കുറെ ആളുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ദേവസ്വത്തിന്റെ പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദേവസ്വം കോളേജിലടക്കം ദേവസ്വം ബോർഡ് നിയമനത്തെ കുറിച്ചാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ദേവസ്വം ബോർഡിലെ വിദ്യാഭ്യാസ നിയമനം PC-ക്ക് വിടുക, നിയമനത്തിന് മാനദണ്ഡം കൊണ്ടുവരുന്ന കോടതിയെ സമീപിക്കാവുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അവിടെ PSC-ക്ക് വിടുക, അല്ലെങ്കിൽ നിയമനത്തിന് മാനദണ്ഡം കൊണ്ടുവരിക. അല്ല, ദേവസ്വം ബോർഡ് നിയമനങ്ങൾ PSC-ക്ക് അല്ല, മാനദണ്ഡം വേണമല്ലോ. മാനദണ്ഡം വേണം, PSC-ക്ക് വിടുകയും വേണം. അതൊരു സംശയം വേണ്ട. സ്വാഭാവികമായിട്ട് അത് PSC-ക്ക് വിടേണ്ടത് തന്നെയാണ്. പരിശോധിച്ച് നോക്കണം. ദേവസ്വം ബോർഡ് നിയമനം PSC-ക്ക് വിട്ട സംവരണം കൊടുക്കണ്ടേ? സംവരണം കൊടുത്തോട്ടെ. എന്താ സാർ സംവരണം കൊടുക്കണം? എന്താ പ്രശ്നം? എന്താ സംവരണം കൊടുക്കണം? എന്താ പ്രശ്നം? സംവരണ മാനദണ്ഡം വേണമെങ്കിൽ കൊടുക്കണം. എന്താ പ്രശ്നം? അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡുകൾ കേരള സർക്കാരിലെ ഒരു പറ്റം താപ്പാനകളെ വളർത്താനുള്ള കേന്ദ്രമാണ്. ഇവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കൃത്യമായിട്ട് തകർക്കാനുള്ള ഹിഡൻ അജണ്ട വെച്ച് അവസാനത്തൊരു തന്ത്രമാണ്. എന്തിനാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു നിലപാട്? കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അനാവശ്യമാണ് എന്നാണോ BJP നിലപാട്? അല്ല, ദേവസ്വം ബോർഡ് രാഷ്ട്രീയക്കാരല്ല. അല്ല, ദേവസ്വം ബോർഡുകൾ ഇപ്പൊ ഞാൻ പറയട്ടെ, പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വം ഉണ്ടല്ലോ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളല്ലോ, ഒരു ഗവൺമെന്റ് സംവിധാനമല്ല ഭരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവർ ആ രണ്ട് ക്ഷേത്രങ്ങൾ മാതൃകാപരമായിട്ട് അവർ ഭരിക്കുന്നത്. ഈ മാതൃകയാണ് എല്ലാ ക്ഷേത്രങ്ങൾക്കും വേണ്ടത്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും മാതൃകാപരമായ ഭരണമുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും വേണ്ടത്. അത് വടക്കുന്നാഥ ക്ഷേത്രമായിക്കോട്ടെ, ഗുരുവായൂർ ക്ഷേത്രമായിക്കോട്ടെ, ജനങ്ങളാണ്, ആ പ്രദേശത്തെ ജനങ്ങളും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തെ വികാസത്തിന് അനുചിതമായി ചിന്തിക്കുന്ന ആളുകളുമാണ് ക്ഷേത്രഭരണം നടത്തേണ്ടത്. ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും ഭരിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, പൂരത്തെ തകർക്കുക, തൃശ്ശൂർ പൂരത്തിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും തകർക്കുക എന്നുള്ളത് ഒരു ഹിഡൻ അജണ്ടയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ ഈ കോൺഗ്രസിന്റെ BJP-ക്കാരായിരിക്കുമല്ലോ ദേവസ്വം ബോർഡിൽ ഉണ്ടാവുക. അതും നിങ്ങൾക്ക് പറ്റില്ല. ദേവസ്വം ബോർഡേ പാടില്ല. അല്ല, BJP-ക്കാരാകണം ഞങ്ങൾക്ക് ഇല്ല സാർ. ക്ഷേത്രഭരണം നടത്തുന്നത് വിശ്വാസികളാണ്. ഇപ്പൊ മനോഹരമായിട്ട് ഇപ്പൊ ഞാൻ ഇവിടത്തെ മഹല്ല് കമ്മിറ്റികൾ ഉണ്ടല്ലോ, മുസ്ലിം മഹല്ല് കമ്മിറ്റികൾ ഉണ്ടല്ലോ, ആ മഹല്ല് കമ്മിറ്റികൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത്. ഈ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ഉണ്ടല്ലോ, അവർ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ക്രയവിക്രയങ്ങളും. അത് ആ സമുദായത്തിന്റെ സ്വത്താണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വത്തല്ല. അതുപോലെ തന്നെ മഹല്ല് എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വത്തല്ല, ക്രിസ്ത്യൻ പ്രത്യേക രീതിയിൽ ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് മാത്രം പറഞ്ഞു പോലെ വഖഫ് ബോർഡ് എന്ന് കേട്ടല്ലോ. വഖഫ് ബോർഡ് ഉണ്ടല്ലോ സാർ. വഖഫ് ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും വഖഫ് ബോർഡ് ഉണ്ടല്ലോ സാർ. അതിനെന്താ പ്രശ്നം?
അല്ല ഈ വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡ് ഞാൻ ഇതൊരു തരം പറഞ്ഞതല്ല. വിഭാഗീയത വഖഫ് ബോർഡ് സൃഷ്ടിക്കലാണ്. സാർ, വഖഫ് ഇതൊരു തരം ബോർഡിന്റെ വിഭാഗീയത കീഴിലുള്ള സൃഷ്ടിക്കലാണ്. ഇത് സംവിധാനം കുറെ കേട്ടിട്ടുണ്ട്. നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ 10-20 കൊല്ലമായിട്ട് കേരളത്തിൽ ധാരാളം ഓടിയൊരു കാര്യമാണ് ഈ പറയുന്നത്. ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ദേവസ്വം ബോർഡ്, മറ്റാർക്കും ബോർഡില്ല എന്നുള്ളത്. ഈ ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ പറയാം, ഈ അന്ത്യത്തിരി സാർ ഒന്ന് പറയട്ടെ, അന്ത്യത്തിരി കൊളുത്താൻ വകുപ്പില്ലാത്ത ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പ്രസ്ഥാനമാണ് RSSഉം ക്ഷേത്ര സംരക്ഷണ സമിതിയും. അങ്ങനെ ഞങ്ങൾ ഉയർത്തിയ ക്ഷേത്രങ്ങൾ വളർന്ന് വലുതായപ്പോഴാണ് ഇവർ പിടിച്ചടക്കാൻ വന്നത്. ഞങ്ങൾ വളർന്ന്, കാരണം അന്ത്യത്തിരി വിളക്ക് കത്തിക്കാൻ വഴിയില്ലാത്ത ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം നടത്തിയ പ്രസ്ഥാനമാണ് ഞങ്ങളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ അന്ത്യത്തിരി കത്തിക്കാനില്ലാത്ത ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയാണ്. അത് ഞങ്ങളുടെ RSSന്റെ പോഷക സംഘടനയാണ്. ആ ക്ഷേത്രങ്ങളെ ഈ ദേവസ്വം ബോർഡ് കൈവയ്ക്കില്ല. നിങ്ങൾ നോക്കണം, ഇപ്പോഴും അന്ത്യത്തിരി കത്തിക്കാൻ വഴിയില്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ധൈര്യമുണ്ട് ദേവസ്വം ബോർഡുകൾ ഏറ്റെടുത്തിട്ട് നടത്താൻ ചെയ്യില്ല. വരുമാനമുള്ള ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വത്താക്കി മാറ്റിയിട്ട് ഗവൺമെന്റ് സ്വത്താക്കിക്കൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും നിയമനം നടത്താനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളും പറയുന്നത്. ഈ വരുമാനമുള്ള ക്ഷേത്രങ്ങളെയൊക്കെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരും. അങ്ങനെയൊന്നല്ല. പാറമേക്കാവിനെയും തിരുവമ്പാടിയും അതുപോലെ തന്നെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ കോടതി ഇടപെട്ടല്ലോ, കൃത്യമായിട്ട് സുപ്രീം കോടതി ഇടപെട്ടല്ലോ. തിരുപ്പതി മോഡൽ ഉണ്ടല്ലോ, നമുക്ക് കൊല്ലൂർ മൂകാംബിക മോഡൽ ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള മോചിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനാണ് രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ക്ഷേത്രങ്ങളുടെ ഭരണമല്ല. അവൻ മുസ്ലിം പള്ളിയുടെയും ക്രിസ്ത്യൻ പള്ളിയുടെയും ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ഭരണം നടത്താൻ പോകേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ശരി. ശ്രീ ജോർജ് പൊട്ടിപ്പാറ, ഈ വടക്കുംനാഥ ക്ഷേത്രത്തെക്കുറിച്ച് സവിശേഷമായും തൃശ്ശൂർ പൂരത്തെ പറ്റിയും ധാരാളം പരാതികൾ BJPക്കും സംഘപരിവാറിനുമുണ്ട്. അപ്പോൾ ആ പരാതികൾ മുന്നിൽ നിൽക്കുകയാണ് ഇന്നലത്തെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ ഗൂഢാലോചന ആരോപിക്കുന്നു UDFും BJPയും. അതേസമയം തന്നെ ആ പോലീസിൻ്റെ നടപടിയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് LDFും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ടോ? ഒരു ഗൂഢാലോചന എന്ന് കരുതാൻ തക്കവണ്ണമുള്ള തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ സംഭവിച്ചു. അവിടെ ഒരു പോലീസ് കമ്മീഷണറുടെ അമിതാവേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയാ, ഈ പൂര നടത്തിപ്പിനെ കുറിച്ചുള്ള പശ്ചാത്തലത്തെ കുറിച്ച് ഇതുവരെ നടന്നു വന്ന രീതികളെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മ, ആവശ്യത്തിലേറെ പോലീസിനെ വിന്യസിച്ച് അനാവശ്യമായ നിയന്ത്രണങ്ങളിലൂടെ ആളുകളെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രദക്ഷിണ വഴിയിലേക്ക് കടത്തി വിടാതെ ഇരുന്നുകൊണ്ട് ആ കാര്യത്തില് അദ്ദേഹത്തിന് സംഭവിച്ചൊരു വീഴ്ചയാണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷെ പരിചയക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ അമിത ആവേശം കൊണ്ടാകാം. ഈ ഘട്ടത്തിലുള്ള അല്ലെങ്കിൽ കോടതികളുടെ ഇടപെടൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സ്വന്തം തടി രക്ഷിക്കാനുള്ള ഒരു അമിത വ്യഗ്രത കൊണ്ടാകാം ഈ കമ്മീഷണർ ഇത്രത്തോളം ഒരു കർക്കശ നിലപാട് സ്വീകരിച്ചത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ ഒരു പൊതു ഉത്സവമാണ്. അത് ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ മാത്രമല്ല, അല്ലെങ്കിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ മാത്രമല്ല, വടക്കുന്നാഥനിലെ തട്ടകത്തിലെ വിശ്വാസികളുടേതല്ല. അത് തൃശ്ശൂരിന്റെ പൊതു സ്വത്താണ്, പൊതു പൈതൃകമാണ്, തൃശ്ശൂരിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പൂരം നടത്തി തീർക്കുക, പൂരം മനോഹരമാക്കുക, പൂരം ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവമായി ആസ്വദിക്കുക എന്നതൊക്കെ തൃശ്ശൂരിന്റെ ഒരു ജീവിത ശൈലിയാണ്, തൃശ്ശൂരിന്റെ ഏറ്റവും കാൽപ്പനികമായ ഒരു അനുഭവമാണ്. അത്തരം ഒരു അനുഭവത്തെ ഈ രീതിയിലേക്ക് കലാശിപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ഒരു കടുകയായിപ്പോയി. എന്തിനായിരുന്നു? ഇതിനു മുമ്പ് എത്രയോ നമ്മളൊക്കെ 10, 40, 50, 60 വർഷം 19 വർഷമായിട്ട് ഈ പൂരം കണ്ടുകൊണ്ടിരിക്കുന്നവരാ. ഒരു 10-20 വർഷമെങ്കിലും നമ്മളെ 10-15 വർഷമെങ്കിലും ഈ പൂരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു കാർക്കശ്യം, പ്രദക്ഷിണ വഴിയിലേക്ക് ആരെയും കടത്തിവിടാതെ, സ്വരാജ് റൗണ്ടിലേക്ക് ആളുകളെ കടത്തിവിടാതെ, വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ സമയം ചെലവഴിക്കുന്നത് ഈ പ്രദക്ഷിണ വഴിയിലെ അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിലെ പന്തലുകളൊക്കെ കണ്ട് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന മനുഷ്യ ആ ഒരു എന്താ പറയാ ആ ചലിക്കുന്ന കടൽ കണ്ടാണ് ആളുകൾ സമയം ചെലവഴിക്കുന്നത് വെടിക്കെട്ട് തുടങ്ങുന്നത് വരെ. ഇത് അനുവദിക്കില്ല. എല്ലാ വഴികളും, റൗണ്ടിലേക്കുള്ള മുഴുവൻ വഴികളും ബാരിക്കേഡ് വെച്ച് അടച്ച് ഒരു വീഴ്ചയെ പോലും കടത്തിവിടില്ല എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരിക്കലും പതിവില്ലാത്തതാണ്. എന്തിനായിരുന്നു ഇത്ര വലിയൊരു കാർക്കശ്യം? ഈ കാർക്കശ്യം നമ്മൾ ആദ്യം മുതൽ കണ്ടതാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ തവണത്തെ പൂരത്തിലെ എക്സിബിഷൻ മുതൽ തുടങ്ങിയ തർക്കമാണ്, തറവാടക സംബന്ധിച്ച് തർക്കം. അത് പിന്നെ ഒരു വിധത്തിൽ മാന്യമായി പരിഹരിച്ചു. അതിനുശേഷം കോടതി വിധി 30 മീറ്റർ, അത് പിന്നെ മാറ്റം വരുത്തി 6 മീറ്ററായി ചുരുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആനയെ പരിശോധന, ഒരു സാധാ പരിശോധനയ്ക്ക് പുറമെ വനം വകുപ്പിന്റെ സ്പെഷ്യൽ പരിശോധന, അതിൽ പിന്നെ മന്ത്രി ഇടപെട്ട് അത് തിരുത്തേണ്ടി വന്നു. ഇങ്ങനെ ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒത്തിരി കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നു. സർക്കാർ അനാവശ്യമായി പ്രതിക്കൂട്ടിലായി തീരുന്ന കാഴ്ചകൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് എന്താ? ഈ മഠത്തിലെ വരവ്, രാത്രിയിലെ മഠത്തിലെ വരവും പഞ്ചവാദ്യവും ഈ പൂരത്തിന്റെ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ പൂരം ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്.
അതുകൂടി ചേരുമ്പോഴാണ് പൂരം പൂർത്തിയാകുന്നത്. ആ സമയത്ത് സ്വരാജ് റൗണ്ടിലേക്ക് ആളെ കടത്തിവിടില്ല എന്ന് കൃത്യമായ പരിചയമില്ലാത്ത അല്ലെങ്കിൽ ധാരണയില്ലാത്ത ഒരു പോലീസ് ഓഫീസർക്ക്, ഒരു കമ്മീഷണർക്ക് തോന്നിയാൽ ആ തോന്നൽ മുഴുവൻ അതേപടി നടത്തിയെടുക്കേണ്ട ഒരു സ്ഥലമല്ല തൃശ്ശൂർ പൂരം. അങ്ങനെ ഒരു വീഴ്ച ആ കമ്മീഷണർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ചട്ടം അല്ലെങ്കിൽ നിലവിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ഇവിടുത്തെ അധികൃതർക്ക്, മന്ത്രിമാർക്ക്, അല്ലെങ്കിൽ ചുമതലയുള്ള ദേവസ്വം മന്ത്രി തൃശ്ശൂരുള്ള ആളാണ്, റവന്യൂ മന്ത്രി തൃശ്ശൂരുള്ള ആളാണ്, ഇവർക്ക് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷെ ഉത്തരവാദി അതൊരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, രാഷ്ട്രീയമായിട്ട് ഇതിന്റെ നേട്ടം ഈ LDF കാൻഡിഡേറ്റിനാണോ, BJP കാൻഡിഡേറ്റിനാണോ, UDF കാൻഡിഡേറ്റിനാണോ? ആത്യന്തികമായിട്ട് ഇതിന്റെ രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് BJP കാൻഡിഡേറ്റിനാണ്. അപ്പൊ അങ്ങനെ BJP കാൻഡിഡേറ്റിന് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഇവിടുത്തെ CPI കാരനായ മന്ത്രി അതിന് കൂട്ടുനിൽക്കും എന്ന് കരുതുന്നത് ഒരു ഇത്തിരി കടന്ന കൈയല്ലേ? അങ്ങനെയൊന്നും കരുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ മടങ്ങി വരാം. അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരികെ. ശ്രീ VR അനൂപ്, ഇന്ന് LDFന്റെ ഒരു പ്രസ്താവന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിക്കെട്ട് വൈകാനിടയായ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് LDF ആവശ്യപ്പെടുന്നത്. പോലീസ് കമ്മീഷണറുടെ ഇടപെടൽ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. RSSൻ BJPയുടെയും നേതാക്കളുടെ നേതൃത്വത്തിൽ പൂരത്തിനിടയിൽ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമമുണ്ടായി എന്ന് LDF ആരോപിക്കുന്നു. ഇതിനെക്കുറിച്ചും അന്വേഷിക്കണം. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ RSS BJP നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു, വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്നും LDF പറയുന്നുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഗൂഢാലോചന എവിടെ നിന്നാണ് വന്നതെന്നാണ് അവരാരോപിക്കുന്നത്. BJPയിലാണ് ആരോപിക്കുന്നത്. നിങ്ങൾ പക്ഷേ സർക്കാരിനെയാണ് കുറ്റപ്പെടുന്നത്. അതിനു മുൻപ് ആദരണീയനായ അബ്ദുൽ ഖാദർ പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് VD സതീശൻ വെറുതെ പറയുകയാണെന്നാണ്. VD സതീശൻ അങ്ങനെ മൈതാന പ്രസംഗം നടത്തുന്ന ഒരാളാണോ? ആധികാരികമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരാളല്ലേ? കേരളത്തിനകത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന ഹിന്ദുത്വ ശക്തികളുടെ ഏറ്റവും വലിയ നുണബോംബ് വളരെ നിസ്സാരമായി നിയമസഭയിൽ പൊട്ടിച്ചു കളഞ്ഞതാരാ? VD സതീശനല്ലേ? നേരത്തെ പറഞ്ഞ ശശികല കാലങ്ങളായി ഉന്നയിച്ചിരുന്ന ആരോപണം താങ്കളടക്കം സംഘപരിവാർ പ്രതിനിധിയോട് ചോദിച്ചു. ഇവിടെ ദേവസ്വത്തിൻ്റെ പണം എന്ന് പറയുന്നത് സർക്കാർ മറ്റ് മതസ്ഥർക്ക് വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് VD സതീശൻ്റെ നിയമസഭയിൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് തകർന്നു പോയതാണ്. സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ള ആളുകളാണ് ഞങ്ങൾ. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് VD സതീശൻ പറഞ്ഞത് എന്താ? സംഘപരിവാറിന് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം ഇവിടുത്തെ LDF ഗവൺമെൻറ് സൃഷ്ടിച്ചു കൊടുത്തു എന്നാ. അല്ലെ, അതിലെന്താ തെറ്റ്? ഈ പ്രിൻറ്റു മഹാദേവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് താങ്കൾ തന്നെ കേട്ടതല്ലേ? അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കേരളത്തിൽ ക്ഷേത്രങ്ങൾ അപകടത്തിൽ, ഹിന്ദുക്കളുടെ ആചാരങ്ങളുടെ അപകടത്തിൽ, തൃശ്ശൂർ പൂരം മാത്രമല്ല മറ്റെല്ലാ ക്ഷേത്രങ്ങളും അപകടത്തിൽ. ഇങ്ങനെയൊക്കെ പറയാൻ സംഘപരിവാറിന് അവസരം കൊടുത്തതാരാ? ഒരു കാര്യം ഞാൻ പറഞ്ഞത് ജോർജ് പൊടിപ്പാറ സാർ പറഞ്ഞതിനോട് വേണമെങ്കിൽ യോജിക്കാം. രാജന്, റവന്യൂ മിനിസ്റ്റർ CPI കാരനായ രാജന് അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് BJP നടത്തണമെന്ന് ആഗ്രഹമില്ലായിരിക്കും. അദ്ദേഹം CPI കാരനാണ്. പക്ഷെ ആഭ്യന്തര വകുപ്പിന് ആഗ്രഹമുണ്ട്. എന്താ സംശയം? പിണറായി വിജയൻ ആഗ്രഹമുണ്ട്. തൃശ്ശൂർ മേയർക്ക് ആഗ്രഹമുണ്ട്. തൃശ്ശൂർ മേയർ പറഞ്ഞതല്ലേ സുരേഷ് ഗോപി ഫിറ്റ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഫിറ്റ് സ്ഥാനാർത്ഥി സുനിൽകുമാറാണ് എന്നല്ലല്ലോ. ഞാനൊരു കാര്യം പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച് വിശ്വാസികളെ സംഘപരിവാർ കൂടാരത്തിലേക്ക് പറഞ്ഞയക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ കോൺഗ്രസ് അല്ല ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ
അല്ലല്ല ആണോ? വടക്കുനാഥന്റെ രാഷ്ട്രീയ കുത്തകയൊന്നും മുതലെടുപ്പിലാണ്. ഒരു സംഖ്യക്കുമില്ല. ക്ഷേത്രത്തിന്റെ അല്ല, രാഷ്ട്രീയ വടക്കുനാഥന്റെ മുതലെടുപ്പിന്റെ കുത്തകയൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ശരി 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 നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. പ്ലീസ് എനിക്ക് അബ്ദുൽ ഖാദറിലേക്ക് കൂടി പോകണം. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, കെ.വി. അബ്ദുൽ ഖാദർ, നിങ്ങൾ LDF-ന്റെ പ്രസ്താവനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വത്സൻ തില്ലങ്കേരിയും വത്സൻ തില്ലങ്കേരിയും കൂട്ടരും വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇതേ വത്സൻ തില്ലങ്കേരി മറ്റൊരു പ്രശ്നത്തിൽ വന്നത് ശബരിമലയിലെ പ്രക്ഷോഭകാലത്ത് പോലീസിന്റെ മൈക്കെടുത്ത് സമരക്കാർക്ക് ആഹ്വാനം നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ വത്സൻ തില്ലങ്കേരിക്ക് എങ്ങനെയാണ് ഇത്ര പ്രിവിലേജ് ഉണ്ടാവുന്നത് ഒരു പൂരം കലക്കാനൊക്കെ? ശ്രീ കെ അബ്ദുൽ ഖാദർ, ഒരു പ്രിവിലേജും ഒരു നിമിഷം ഞാൻ അബ്ദുൽ ഖാദറിനോടാണ് ചോദിച്ചത്. ഒരു നിമിഷം ഞാനത് പറയുന്നതിന് മുമ്പ് പ്രിന്റു ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ റദ്ദ് ചെയ്യുന്നതാണ്. ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ട ശേഷം ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു ഇടപെടലും ബോർഡിന് നടത്താൻ അധികാരമില്ല. ബിക്കോസ് ഗുരുവായൂർ ദേവസ്വം ആക്ട് അത് പൂർണ്ണമായും തന്ത്രിയിൽ നിഷ്പിതമായിട്ടുള്ളതാണ്. ഇവിടെ ഈ പ്രിന്റുവിനെ പോലുള്ള BJP നേതാക്കൾ സംസാരിക്കുമ്പോൾ ഇതേക്കുറിച്ച് കൂടി പഠിച്ച് സംസാരിക്കണം എന്ന് മാത്രമല്ല. അല്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഏകാദശി നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് നടത്തിയത്? ഏകാദശിയുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന്റെ നിലപാടെന്തായിരുന്നു സാർ? ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് രണ്ട് നിലപാടുണ്ടായോ? തന്ത്രിക്കും ദേവസ്വം ബോർഡ് രണ്ട് നിലപാടുണ്ടായോ? ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആചാരങ്ങളെ തകർക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. നിങ്ങളിങ്ങനെ ഇടപെട്ടാൽ എനിക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഗുരുവായൂർ ദേവസ്വം അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്ന കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ താങ്കൾ പറഞ്ഞതുപോലെ ദേവസ്വത്തിന്റെ പണം ആരെങ്കിലും അടിച്ചു മാറ്റലല്ല. താങ്കളോട് പറഞ്ഞല്ലോ, അന്തിത്തിരി കത്തിക്കാൻ മാർഗമില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡ് നൽകുന്നത് കോടാനക്കോടി രൂപയാണ്. ക്ഷേത്രങ്ങൾക്ക് നൽകുന്ന ധനസഹായ വിതരണ രഹസ്യമല്ല, പരസ്യമാണ്. ദേവസ്വം ബോർഡുകളെ നിങ്ങളിങ്ങനെ നിങ്ങളൊന്ന് കേൾക്കൂ. എത്ര എല്ലാ അമ്പലങ്ങളും കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ പ്രിന്റു. താങ്കൾക്കിത് അറിയില്ലെങ്കിൽ വെറുതെ ഒച്ച വെക്കല്ലേ. ഞങ്ങൾക്കറിയാം ഈ പ്രദേശത്തെ എത്രയോ ക്ഷേത്രങ്ങൾക്ക് പറഞ്ഞ ശരിയല്ലെന്നേ. ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ശ്രീ പ്രിന്റു പറഞ്ഞതുപോലെയല്ല. എത്രയോ സാധാരണ ക്ഷേത്രങ്ങൾക്ക് താങ്കൾ നുണ പറയാണ്. ഒന്നാമത് ഇങ്ങനെയുള്ള നുണയന്മാരെ ചർച്ചയിൽ വിളിച്ചിരുത്തരുത്. വാട്സ്ആപ്പ് ഫോർവേഡുകളെ ഈ വത്സൻ തില്ലങ്കേരിക്ക് ഒരു പൂരത്തിൽ കടന്നു പ്രശ്നമുണ്ടാക്കുന്ന പ്രിവിലേജ് ഈ വത്സൻ തില്ലങ്കേരിയെ പോലുള്ളവർ അവിടെ പ്രശ്നമുണ്ടാക്കുമ്പോൾ പോലീസ് ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് സംഘപരിവാരം എന്നുള്ളത് ഈ ചർച്ചയൊക്കെ വളരെ വ്യക്തമാണ്. വത്സൻ തില്ലങ്കേരിയും B. ഗോപാലകൃഷ്ണനും KK അനീഷ് കുമാറും ഇന്നലെ അവിടെ ബഹളമുണ്ടാക്കി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ഒരു വലിയ ജനക്കൂട്ടം വരുന്ന സമയത്ത് അതിന്റെ ഇടയിലൂടെ വന്ന് ഈ ഉത്സവത്തില് സാധാരണ പറയാറുണ്ട്, നേർച്ചകളിൽ ആ 4 ആള് കൂടുമ്പോൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ബഹളം ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഇന്നലെ ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ബോധപൂർവമാണ്. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇവർ പറയുന്നത് പോലെ ഇതുകൊണ്ട് ഒരു നേട്ടവും തൃശൂർ ലോക്സഭാ മണ്ഡലം BJPക്ക് കിട്ടാൻ പോകുന്നില്ല. ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. ഒന്നാമത് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ ആരാണ് വത്സൻ തില്ലങ്കേരി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ? സാർ വത്സൻ തില്ലങ്കേരി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. വത്സൻ തില്ലങ്കേരി എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല, അങ്ങനെയല്ല അങ്ങനെ പൂരം മുടക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, പൂരം മുടക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വിശ്വാസി സമൂഹത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. ശബരിമല പ്രക്ഷോഭം ഉണ്ടായപ്പോൾ വിശ്വാസികളുടെ കൂടെ ഞങ്ങളല്ലേ? ഇവർക്ക് ഈ രാജ്യത്തെ വിശ്വാസികളെ മുഴുവൻ തീർന്ന ആരും എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സർക്കാരും ദേവസ്വം ബോർഡൊക്കെ വിശ്വാസികളൊപ്പം അല്ല വേറെ ആരോപണമാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്കാണല്ലോ തരുന്നത് സാർ. അല്ല പ്രിന്റു ചോദ്യം ഇതാണ്, സർക്കാരും ദേവസ്വം ബോർഡൊക്കെ വിശ്വാസികൾക്ക് വേണ്ടിയല്ല ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? ശ്രമിക്കുമ്പോൾ വിശ്വാസി സമൂഹത്തിന്റെ കൂടെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതിലെന്താ പ്രശ്നം? അവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചവരിൽ ഈ പേരുകാരുണ്ടെന്നാണ് LDF-ന്റെ ആരോപണം. അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരിലാണ് ഈ പേരുകാരുള്ളത്. അല്ലാണ്ട് വിശ്വാസികളോടൊപ്പം നിൽക്കൂ എന്നല്ല പറയുന്നത്. അവർ വിശ്വാസി സമൂഹത്തിനൊപ്പാണ്. അബ്ദുൽ ഖാദറിന് വിശ്വാസികളുടെ കൂടെ നിൽക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും.
നിങ്ങൾ വിചാരിച്ചാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം സവർണ പക്ഷപാതിത്വവും ജനങ്ങൾക്കെതിരായിട്ട് കോർപ്പറേറ്റുകളുടെ ഈ നാടിന്റെ സമ്പത്ത് ചോർത്തി കൊടുക്കുന്ന നിങ്ങളെ ആര് വിശ്വസിക്കും മിസ്റ്റർ? ശരി ശരി ശ്രീ ജോർജ് പൊടിപ്പാറ, എനിക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഇവിടെ കോൺഗ്രസിന്റെ ആരോപണം ഈ BJP സംഘപരിവാറിനും ഇത് മുതലെടുക്കാൻ കഴിയും വിധം ഇത് കുളം കലക്കുന്നതിൽ സർക്കാരിന്റെ പങ്കുണ്ട്, സർക്കാർ അതിന് അവസരം ഉണ്ടായി കൊടുക്കുകയാണെന്നാണ്. അതിന്റെ ഒരു കാരണം CPIയുടെ VS സുനിൽകുമാറാണ് അവിടെ മത്സരിക്കുന്നത്, CPMന്റെ സ്ഥാനാർത്ഥിയല്ല, CPMന്റെ കയ്യിലാണ് ആഭ്യന്തരം. ഇവിടെ വത്സൻ തില്ലങ്കേരിയുടെ സാന്നിധ്യം കുറെ കൂടി LDF അത് ആരോപിക്കുന്നുണ്ട്. വത്സൻ തില്ലങ്കേരി നമ്മൾ മുമ്പ് കണ്ടത് ശബരിമല പ്രക്ഷോഭകാലത്താണ്. പോലീസിന്റെ മൈക്കെടുത്ത് സമരക്കാർക്ക് ആഹ്വാനം നൽകുന്ന അപൂർവമായ കാഴ്ച നമുക്ക് അതെങ്ങനെയാണ് ഈ വത്സൻ തില്ലങ്കേരി ഇത്തരം കൃത്യമായ സ്ഥലങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയായിരിക്കും ശ്രീ ജോർജ് പൊടിപ്പാറ? അജിംസ്, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച ഒരു നിമിഷം പെണ്ടു, ഞാൻ പറഞ്ഞ അവസാനിക്കട്ടെ. ചോദ്യം എന്നോടാണല്ലോ. ഇതൊരു ആസൂത്രിത ഗൂഢാലോചനയാണെന്നതിനൊക്കെ അപ്പുറത്ത് ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. രാത്രി 11 മണിക്ക് മഠത്തിലെ വരവിനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നമാണ്. 3-3:30 അല്ലെങ്കിൽ 4 മണി വരെ പരമാവധി നമുക്ക് വെടിക്കെട്ട് നീട്ടിയെടുക്കാം. ഇത്രയും അപ്പൊ ഈ 11 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള 4-5 മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയാണ്. ഇതിൽ കളക്ടർക്ക് വീഴ്ചയുണ്ടെന്ന് പറയേണ്ടി വരും. കളക്ടറുടെ മേലെ അധികാരമുള്ള റവന്യൂ മന്ത്രി, പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ മന്ത്രി, അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അതുപോലെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവർക്കൊന്നും ഇപ്പൊ പോലീസ് കമ്മീഷണറുടെ അമിതമായിട്ടുള്ള പിടിവാശി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ആ പ്രശ്നങ്ങൾ ഈ 5 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ച് വെടിക്കെട്ട് ഏതാണ്ട് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ വൈകുന്നത് സാധാരണ പതിവുള്ളതാണ്. എങ്കിലും നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവേണ്ടതായിരുന്നു. ആ ഇടപെടൽ ഉണ്ടാകാതെ വന്നതുകൊണ്ടാണ് സത്യത്തിൽ താങ്കൾ ഈ പറയുന്ന ഈ വത്സൻ തില്ലങ്കേരിക്കും മറ്റുള്ളവർക്കൊക്കെ ഇത് കുളം കലക്കാനും ആ പ്രശ്നം ഉണ്ടാക്കി പൂരം പൊളിഞ്ഞു അല്ലെങ്കിൽ പൂരം നശിപ്പിച്ചു എന്നൊക്കെ പറയാൻ അവസരം ഉണ്ടാക്കി. നമുക്കറിയാം ഈ വർഷത്തെ പൂരത്തിന്റെ ചടങ്ങുകൾ വളരെ മനോഹരമായിരുന്നു. ഒരുപക്ഷെ കുടമാറ്റം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കുടമാറ്റങ്ങളിലൊന്നായിരുന്നു. ഇത്രയേറെ സ്പെഷ്യൽ കുടകൾ ഉയർത്തിയ ഒരു കുടമാറ്റം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ വളരെ മനോഹരമായിട്ട് വളരെ ചേതോഹരമായിട്ട് മുന്നേറിയ ആ തൃശ്ശൂർ പൂരത്തിന്റെ അവസാനത്തെ ആകർഷണം, മുഖ്യ ആകർഷണമായ വെടിക്കെട്ടിന് 10,000 കാത്തു നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അത് 5 മണിക്കൂറോളം സമയമുണ്ടായിട്ടും പരിഹരിക്കാൻ ആ ബന്ധപ്പെട്ട മന്ത്രി എത്തിയത് 5:30-ക്കാണെന്നാണ് BJPയുടെ ഗോപാലകൃഷ്ണനെ പോലുള്ളവരൊക്കെ ആരോപിക്കുന്നത്. അത് ശരിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ വീഴ്ചയാണ്. അതിന് മുമ്പേ എത്തേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി എത്തേണ്ടതായിരുന്നു, കളക്ടർ ഇടപെടേണ്ടതായിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഇതിനൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയൊരു വീഴ്ചയായി. ആ വീഴ്ച BJPക്ക് രാഷ്ട്രീയമായി മുതലെടുപ്പിന് അവസരമുണ്ടാക്കി. എന്തായാലും ആ വീഴ്ചയുടെ സ്രോതസ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ആ സ്രോതസ് അടക്കുകയും ചെയ്തില്ലെങ്കിൽ പൂരം പോലെ വലിയ ജനസമുദ്രമാകുന്ന കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ്, കൾച്ചറൽ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഈവന്റ് രാഷ്ട്രീയ ദുരുപയോഗത്തിന് വേദിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ അനൂപ്, ശ്രീ പിണ്ടു മഹാദേവ്, ജോർജ് പൊടിപ്പാറ ഇത്രയും സംസാരിച്ചതിന് ഇടവേള.